ഇൻഫ്ലുവൻസർ ആരായിരിക്കണം എന്നുള്ളതും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്നുള്ളതും വലിയ ചോദ്യമാണ്. നമ്മളെ KNF കാലിക്കറ്റ് നടന്നു. യഥാർത്ഥത്തിൽ കേരളം ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ സുനിത വില്യംസാണ്. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് പെൺകുട്ടികളും ആൺകുട്ടികളും ഇൻഫ്ലുവൻസ് ചെയ്തു. സാർ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്, അത് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ഒരു വേൾഡിലെ തന്നെ ഏറ്റവും ട്രെൻഡിങ് ഇപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ശരിക്കും അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് മറ്റെല്ലാ ഇൻഡസ്ട്രീനെ സർപ്പാസ് ചെയ്യുന്ന രീതിയിൽ ഇയർലി ഒരു 25% ഒക്കെ ഗ്രോത്ത്. കാരണം അത് ഒരു ന്യൂ ട്രെൻഡിങ് ആയ സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു 2500 കോടിയുടെ വാല്യൂ ആയിരുന്നു സ്റ്റാർട്ടിങ് എങ്കിൽ ഇപ്പം അത് 2030 2025 മുതൽ 30 നോക്കുന്ന സമയത്ത് അത് ഏതാണ്ട് വരുന്നത് 5000 crore ഡോളേഴ്സിൻ്റെ പ്രൊജക്ഷനാണ് വരുന്നത്. അപ്പോൾ ദാറ്റ് മച്ച് ബിഗ് ഒരു ഗ്രോത്ത് ഇയർ ഓവർ ഇയർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിനുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു നാഷണൽ ട്രെൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആദ്യഘട്ടത്തിലുള്ള ആൾക്കാരെല്ലാവരും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദി ബെൽറ്റ് അതല്ലെങ്കിൽ ഒരു നാഷണൽ ബെൽറ്റ് ഡൽഹി മുംബൈ ബേസ് എന്നാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് മാറി വരുന്നത് ലോക്കൽ ലാംഗ്വേജുകളിലേക്കും ഹൈപ്പർ ലോക്കൽ ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിലേക്കും മാറി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ ലെവൽ ഒരു ഇൻഫ്ലുവൻസർ ഒരു ബ്രാൻഡിന് ഉണ്ടാക്കാവുന്ന സ്വാധീനത്തിനേക്കാളും ഒരു 60% എക്സ്പെൻസ് കുറവാണ് ഒരു ലോക്കൽ അല്ലെങ്കിൽ ഒരു വെർണാക്കുലർ ലാംഗ്വേജ്, ഉദാഹരണത്തിന് ഒരു കന്നഡ അല്ലെങ്കിൽ തെലുങ്ക് തമിഴ് ഇൻഫ്ലുവൻസർ ആ പർട്ടിക്കുലർ റീജിയനിൽ അത് കൊടുക്കുന്ന അയാളിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് ആ ഇൻഫ്ലുവൻസർ സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ പ്രൊമോഷനോ ചെയ്യുമ്പോൾ. പക്ഷേ കോസ്റ്റ് 60% കുറയുമ്പോൾ 5 times അതിൻ്റെ ബെനിഫിറ്റ് കൂടുന്നുണ്ട്. കാരണം ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ലോക്കൽ ലാംഗ്വേജുകളിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഒരു സ്റ്റേറ്റ് ലെവലിൽ നിന്ന് മാറിയിട്ട് ഹൈപ്പർ ലോക്കൽ ഇൻഫ്ലുവൻസിലേക്ക് മാറി. അപ്പോൾ കൺവേർഷൻ റേഷ്യോ നോക്കുന്ന സമയത്ത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻഫ്ലുവൻസേഴ്സ് ഇനിയും വലിയ വലിയ സാധ്യതകളുണ്ട്. ഈ ഇൻഫ്ലുവൻസർ ആരായിരിക്കണം എന്നുള്ളതും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് എന്നുള്ളതും വലിയ ചോദ്യമാണ്. നമ്മളെ KNF കാലിക്കറ്റ് നടന്നു. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് അതിൻ്റെ ഓർഗനൈസേഴ്സ് യഥാർത്ഥത്തിൽ കേരളം ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ സുനിത വില്യംസാണ്. അപ്പോൾ സുനിതയെ പോലത്തെ ആ മേഖലയിലുള്ള ബഹിരാകാശ പര്യവേഷണം ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റിനെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ത്രൂ ഓവർ ദ ഹാർട്ട്സ് ആ ഒരു എല്ലാ ഏരിയകളിലേക്കും, കാരണം അവരും അത്രയും ഗ്രൗണ്ടഡ് ആയി. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് പെൺകുട്ടികളും ആൺകുട്ടികളും ഇൻഫ്ലുവൻസ് ചെയ്തു. അതാണ് റിയൽ ഇൻഫ്ലുവൻസ് ശരിക്കും. കാരണം അവർ പോയിട്ട് വ്ളോഗ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവർ തന്നെ ഇൻഫ്ലുവൻസറാണ്. ആക്ച്വലി ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന സാധനം മുമ്പേ ഉണ്ട്, അതിലെ കമ്മ്യൂണിക്കേഷൻ്റെ മോഡ് മാറിയെന്നേ ഉള്ളൂ. ഇപ്പം നെഹ്റുവിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് പൊളിറ്റിക്സിൽ വന്ന ആളുകൾ മുമ്പേ ഉണ്ടായിട്ടുണ്ടാവാം. അത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മൻമോഹൻ സിംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് അതുപോലത്തെ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളുണ്ട്. ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ക്യാരക്ടറിൽ നിന്ന് ഇൻഫ്ലുവൻസ് വരാം, നമ്മളെ അച്ചീവ്മെൻറ്റിൽ നിന്ന് ഇൻഫ്ലുവൻസ് വരാം, നമ്മുടെ എക്സ്പ്ലോറേഷനിൽ നിന്ന് ഇൻഫ്ലുവൻസ് വരാം. അപ്പോൾ KNF ശരിക്കും ഒരു നല്ല മെസ്സേജാണ് കൊടുത്തത്. കാരണം അവർ മൊത്തം ടൈറ്റിലും അവർക്ക് വേണമെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയുന്ന ഏറ്റവും വലിയ പല സെലിബ്രിറ്റീസിനെയും കൊണ്ടുവരാമായിരുന്നു, പല രീതിയിൽ അതിനെ ഹൈപ്പ് കൊടുക്കാമായിരുന്നു. എൻ്റെ ഒരു ക്ലയൻറ്റ് ഇവരുടെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ എന്നെ നേരിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അപ്പോൾ സുനിത വില്യംസിന് മാത്രമേ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. എന്നിട്ടത് സക്സസ് ആയി. അതുകൊണ്ടൊരു കുറവുണ്ടായിട്ടില്ല. അപ്പോൾ റിയൽ ഇൻഫ്ലുവൻസ് കൊടുക്കാവുന്ന, എനിക്ക് ഉറപ്പാണ് ബഹിരാകാശ രംഗത്തേക്ക് താല്പര്യമുള്ള 100 കണക്കിന് പെൺകുട്ടികളും ആൺകുട്ടികളും കാലിക്കറ്റ് മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. കാരണം അവരത്രയും അതാണ് ശരിക്കും ഒരു ഇൻഫ്ലുവൻസിങ്ങിൻ്റെ ഗുണം. അപ്പോൾ വാല്യൂ ഇൻഫ്ലുവൻസിങ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ സർവൈവ്, ദേ ക്യാൻ ഗ്രോ. അവർക്ക് ആ ക്രെഡിബിലിറ്റി എപ്പോഴും ഉണ്ടാവും.